ഹലോ ഫ്രണ്ട്സ്, തൃശൂർ ജില്ലയിൽ ഒല്ലൂരുള്ള ചിന്നറോമ എന്നറിയപ്പെടുന്ന സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിന്റെ കാഴ്ചകളും കുറച്ച് ജീവിത അനുഭവങ്ങളും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യാസ് സോണിന്റെ വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1718 സ്ഥാപിതമായ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയം ഇന്ത്യയിലെ തന്നെ വലിയൊരു ഇടവകയാണ്. ഏവരുടെയും ഹൃദയത്തെ ആകർഷിക്കാൻ തരത്തിലുള്ളതാണ് ഈ ദേവാലയത്തിലെ ചിത്രരേഖകളും കൊത്തുപണികളും തൂണുകളും രൂപങ്ങളും ദീപസ്തംഭങ്ങളും എല്ലാം തന്നെ. 1923 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട 4 ഫൊറോനകളിൽ ഒന്നാണിത്. കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിന്റെ പല സുപ്രധാന തീരുമാനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഇടവകയാണിത്. അതുകൊണ്ടുകൂടിയാണ് ഒല്ലൂർ ചിന്നറോമ എന്നറിയപ്പെടാൻ കാരണമായത്. പഴയ നസ്രാണി ദേവാലയ വാസ്തുശില്പ സൗന്ദര്യത്തിന്റെയും മറ്റു പള്ളിക്കലകളുടെയും അവശേഷിക്കുന്ന പ്രധാന കലവറ ഇന്നിപ്പോൾ ഒല്ലൂർ പള്ളിയാണ്. ഇനി കുറച്ച് ജീവിത അനുഭവങ്ങളിലേക്കും കൂടി കടന്നു വരികയാണെങ്കിൽ 2014 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് അമ്മേനെ ആദ്യമായിട്ട് നമ്മൾ കൊടകരയുള്ള ശാന്തി ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതും അവിടെ അഡ്മിറ്റ് ആക്കുന്നതും. അവിടെയുള്ള ഒരു ഭാസ്കരൻ ഡോക്ടർ, അവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഡോക്ടറാണ് ഭാസ്കരൻ ഡോക്ടർ. അങ്ങനെ ഭാസ്കരൻ ഡോക്ടർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് റൗണ്ടിന് വന്നപ്പോൾ അമ്മേനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടോ, ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് 22-ാം തീയതി ചെയ്തു. 23-ാം തീയതി ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് ഡോക്ടർ എന്നോട് കാലത്തല്ല വൈകുന്നേരം 5 മണിയായപ്പോൾ ഡോക്ടർ വന്നപ്പോൾ പറയുന്നത് ഇങ്ങനെ കിഡ്നി ഫെയിലറൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണ്, ബെറ്റർ ചികിത്സയ്ക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. വളരെ വിഷമത്തോടും കണ്ണീരോടും കൂടെ തന്നെ കൊടകര ഫൊറോന ദേവാലയത്തിൽ വന്ന് ഞാൻ 5 മണിയുടെ കുർബാനയ്ക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് ഞാൻ കുർബാനയ്ക്ക് വരികയാണ് ചെയ്തത്. അവിടെ ഇരുന്നും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ റപ്പായേൽ മാലാഖയോടാണ് പ്രാർത്ഥിക്കുന്നത്. റപ്പായേൽ മാലാഖയുടെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ റപ്പായേൽ മാലാഖയോട് അമ്മയുടെ അസുഖം മാറ്റി തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പള്ളിയകത്തിരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതും. വളരെ ചെറുപ്പം കാലം മുതൽ തന്നെ ഒല്ലൂർ പള്ളിയിലെ 23-24 ദിവസങ്ങളിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ പെരുന്നാളിനെ കുറിച്ച് കേൾക്കുകയും അവിടേക്ക് ഒരു വട്ടമെങ്കിലും ആ പെരുന്നാൾക്കൊന്ന് വരണമെന്നും അതിയായി ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സമയമായിരുന്നു. ആ ചെറുപ്പകാലം മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ 2016 വരെ നമുക്കതിനൊരു അവസരം കിട്ടിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം അമ്മേനെ നമ്മൾ തൃശ്ശൂരുള്ള അമല ഹോസ്പിറ്റലോട് ട്രീറ്റ്മെൻറ്റിന് മാറ്റുകയും അവിടെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസും കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരികയും ചെയ്തിരുന്നു. ഫെബ്രുവരി മാസം മുതൽ. അത് 2015 ഫെബ്രുവരി മാസം തൊട്ട് നമ്മൾ അമലയിലാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഒക്ടോബർ മാസം, അതായത് 2015 ഒക്ടോബർ 24-ാം തീയതി ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും എല്ലാ മാസവും ഇങ്ങനെ വന്ന് 3 ദിവസം ഡയാലിസ് ചെയ്ത് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി 2015 അമ്മ, ഞാനും എൻ്റെ മൂത്ത ബ്രദറും കൂടിയിട്ട് ഡയാലിസിസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഒല്ലൂർ പള്ളിയിലെ പെരുന്നാളും കഴിഞ്ഞ് പ്രദർശനമൊക്കെ കയറി കഴിഞ്ഞൊരു സമയമായിരുന്നു. വൈകുന്നേരം ഒരു 8:30-9 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. 9-10 മണി ആ ഒരു നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും നമുക്ക് നടക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരവസ്ഥയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മാക്സിമം കാറ് പള്ളിയുടെ അറ്റം ഫ്രണ്ട് വരെ തന്നെ കൊണ്ടുപോയി അവിടെ നിർത്തി ഞങ്ങളവിടെ ഇറങ്ങി. അത് ഞങ്ങളവിടെ അമ്മ അവസാനമായിട്ട് പെരുന്നാൾ കാണുന്നത് ഈ ഒല്ലൂപ്പള്ളിയിലെ ഒക്ടോബർ മാസത്തെ 24-ാം തീയതിത്തെ പെരുന്നാൾ ആണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് കണ്ടത്. അമ്മ അവിടെ ഇരുന്നതും അമ്മയും ഞാനും കൂടി ലാസ്റ്റത്തെ ഒരു 3-4 ബെഞ്ചിൻ്റെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നിരുന്നതും ആ പെരുന്നാളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ 2015 ഒക്ടോബർ മാസം 24-ാം തീയതി ആയിരുന്നു ഒല്ലൂപ്പള്ളിയിലെ പെരുന്നാൾ ഞങ്ങൾക്ക് വന്ന് കൂടാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പെരുന്നാൾ കൂടുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ തിരിച്ചു വന്നു. ആ കൊല്ലം തന്നെ പിന്നെ 1.5 മാസം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഡിസംബർ 1-ാം തീയതി അമ്മ ഞങ്ങളെ വിട്ടു പോയി. ചെറുപ്പകാലം മുതലേ ഒരു പെരുന്നാൾ ഇവിടെ വന്ന് കൂടണം എന്ന വളരെ ആഗ്രഹമായിരുന്നു എനിക്ക്. 2016 നവംബർ മാസമായിരുന്നു മാരേജ്. അപ്പോൾ അത് ഒല്ലൂപ്പള്ളിയിലായിരുന്നു. ഒല്ലൂരാണ് ഞങ്ങളുടെ ഇടവക. അവിടെ തൊട്ടുള്ള എല്ലാ കുർബാനകളും ദിവസങ്ങളിലും പെരുന്നാളും എല്ലാ സൺഡേയും അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഒരുപാട് കുർബാനകൾ ഈ ഇടവകയിൽ കൂടാനുള്ളൊരു അവസരം വിശുദ്ധ റപ്പായേൽ മാലാഖ എനിക്ക് ഒരുക്കി തന്നു.
2017 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് വിശുദ്ധ റഫായേൽ മാലാഖ ഇവാനിയ മോളെ എനിക്ക് തരുന്നത്. അതും ഒക്ടോബർ മാസം തന്നെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഒരു വലിയൊരു സമ്മാനം കൂടി തന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഈ ഒക്ടോബർ മാസവും ഈ ഒല്ലൂർ ഇടവകയും മായിട്ട് ജീവിതത്തിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതൊന്നും വേറെ ആരോട് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും തുടർന്ന് കാണാം. വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യാം. പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ആത്മീയതയും നല്ലൊരു ആത്മീയ അനുഭൂതി നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പള്ളി പൊളിച്ച് എന്തൊക്കെയോ കുറേ മാറ്റങ്ങൾ വരുത്താനുള്ള പ്ലാനിങ്ങും പരിപാടികളും തീരുമാനത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴയ ഭംഗി നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ എല്ലാവരും വരാൻ കാണാം, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വരെ തന്ന സപ്പോർട്ട് ഇനിയും തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.